പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അതിശയകരമായി വഴി നടത്തുന്ന അവൻ്റെ അത്ഭുത വഴികൾക്കായിട്ട് നമുക്കവനെ സ്തുതിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലവുമായിരിക്കാം. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമ്മളൊക്കെ ഒരു പേർപ്പസ്ഫുൾ ലൈഫ് നയിക്കണമെന്നാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചതും തനിക്ക് ഒരു ഉദ്ദേശം കണ്ടുകൊണ്ടാണ് താൻ വിളിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തിലെ നമ്മുടെ ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആ ശീലങ്ങളുണ്ടല്ലോ, ആ ഹാബിറ്റ്സ്, അതൊന്നും കൊണ്ട് പുതിയ വർഷത്തിലേക്ക് കടക്കുവാനായിട്ട് ദൈവമക്കളെ ഒരുങ്ങരുതേ. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുക. പുതിയൊരു വർഷം നാം ഓരോ ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുക. ശീഘ്രത്തിൽ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് പുതിയ ഇൻറ്റൻഷൻസും പുതിയ പ്ലാനും, അതായത് ദൈവം നമ്മെക്കുറിച്ച് എന്ത് പ്ലാൻ ചെയ്യുന്നോ അതിനനുസരിച്ച് മുന്നോട്ട് ഒരു ക്രമീകരണ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ് യെരമ്യാ പുസ്തകം 29 അധ്യായം 10, 11, 12 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ദൈവമക്കളെ, ഈ വാക്യം 3 എണ്ണത്തിനകത്ത് ഒന്നാമത്തേതിനകത്ത് പറയുന്നുണ്ട് ഇന്നവ. അതായത് ദൈവം എന്നെക്കുറിച്ച് ഇന്നവ 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 നിരൂപിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. ഓരോ പ്ലാനുണ്ട്, ഡിഫറെൻറ്റ് പ്ലാനുണ്ട്, യുണീക്ക് പ്ലാനുണ്ട്. നമ്മളെക്കൊണ്ട് മാത്രം ചെയ്യിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില പദ്ധതി അവൻ്റെ കയ്യിലുണ്ടെന്നേ. എന്നാൽ ഓർത്തുകൊള്ളണേ, അത് നന്മയ്ക്കാണ്. ഒരിക്കലും അത് തിന്മയ്ക്കായിട്ട് തീരത്തില്ല. പക്ഷെങ്കിൽ കുഞ്ഞെ, നന്മ നിൻ്റെ കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് നിൻ്റെ സമയത്തല്ല, അത് ദൈവത്തിൻ്റെ സമയത്താണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ യഹോവയുടെ അരുളപ്പാട്. ആ ഒരു 11ാമത്തെ വാക്യം നമുക്ക്, എനിക്ക് തോന്നുന്നു, ഒരു 90% ആൾക്കാർക്കും അത് ബൈ ഹാർട്ടാണ്. പക്ഷേ ആ 10 കൂടെ ചേർത്താണ് ഞാൻ ഇന്ന് വായിച്ചത്. അതിനകത്ത് പറയുന്നത് ഒരു ടൈം പീരീഡ് ദൈവം പറഞ്ഞിട്ടുണ്ട്. ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ, ദൈവം കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് കുഞ്ഞെ, അതിന് ശേഷമേ ദൈവം പറഞ്ഞ വചനം ദൈവം നിവർത്തിക്കത്തുള്ളൂ. നിന്നെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള ദൂതുകളുണ്ടല്ലോ, എൻ്റെ കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. എനിക്കറിയാം അനേകർക്ക് ഈ യെരമ്യാവ് 29:11 ഒരു ഫേവറേറ്റ് വാക്യമാണ്. അത് ദൈവത്തിൻ്റെ എല്ലാ ഇൻറ്റൻഷൻസും നമ്മളെക്കുറിച്ചുള്ളത് ദി ആർ ഗുഡ് എന്നാണ് നമ്മളോട് പറയുന്നത്. അത് നന്മയ്ക്കാണ്. എന്തെല്ലാം ചലഞ്ചസ് നാം ഫേസ് ചെയ്യേണ്ടി വന്നാലും, നമ്മുടെ മുമ്പിൽ എന്തൊക്കെ കിടപ്പുണ്ടെങ്കിലും ഈ വാക്യം നമ്മെ എൻകറേജ് ചെയ്യും. ഏത് സിറ്റുവേഷനിലാണെങ്കിലും എൻകറേജ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ പറയട്ടെ, ഈ ഒരു വേഴ്സ് നമുക്കെല്ലാം വലിയ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ആദ്യത്തേതും അവസാനത്തേതും, അതായത് അതിന് മുമ്പ് പറഞ്ഞ 10ഉം 12ഉം കൂടെ നമ്മൾ ഹല്ലേലൂയ മനസ്സിലാക്കണം അർത്ഥം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പല കാര്യങ്ങൾ നമുക്ക് ഈ വാക്യങ്ങൾ മനസ്സിലാക്കി തരും. അപ്പോൾ പല നമ്മൾ കണ്ടിട്ടുള്ള വേഴ്സിനകത്തും നമുക്കറിയാം ദൈവത്തിന് പ്ലാനുണ്ട്. അത് നമ്മളെല്ലാം സമ്മതിക്കുകയും ചെയ്യും. ഗോഡ് ഈസ് പേർപ്പസ്ഫുൾ. പ്രൈസ് ഗോഡ്. നമുക്ക് ബെസ്റ്റായിട്ടുള്ളതേ അവൻ ചെയ്യത്തുള്ളൂ. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവം, ഗോഡ് ഈസ് ഇൻറ്റൻഷണൽ ആൻഡ് ഹി വിൽ ഡു ദ ബെസ്റ്റ് ഫോർ us. അവന് സ്പെസിഫിക് പ്ലാൻസ് ഉണ്ട്. ആ പ്ലാൻസ് അനുസരിച്ച് മാത്രമേ അവന് ആക്ട് ചെയ്യത്തുള്ളൂ. ആഫ്റ്റർ ഓൾ ഹീ ഈസ് സോവറിൻ ആൻഡ് ഓൾ നോയിങ്, അല്ലേ?
എല്ലാം അറിയുന്ന ദൈവമാണ്. ആരംഭവും അവസാനവും അറിയുന്ന ദൈവമാണ്. അവൻ ആൽഫയും ഒമേഗയുമാണ്. ഈസ് ദ ഗോഡ് ഓഫ് ഒമേഗ. ലാസ്റ്റ് വേർഡ് ഈസ് ഓൾവേസ് ഫ്രം അവർ ലോഡ്. അല്ലേ? ദൈവം ഹല്ലേലൂയ റാൻഡമായിട്ട് നമ്മുടെ ജീവിതത്തെ അവൻ അപ്രോച്ച് ചെയ്തില്ലെങ്കിലും മനസ്സിലാക്കിക്കോണം, അവൻ്റെ സമയത്ത് അവന് അത് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവം നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുക, പല കാര്യങ്ങളും റീസെറ്റ് ചെയ്യാൻ. നമ്മൾ ആ ഓപ്പർച്യൂണിറ്റിയുടെ ആ അവസരത്തെ നാം ടേക്ക് അഡ്വാൻറ്റേജ് ചെയ്യണം. അതിൻ്റെ ഗുണങ്ങൾ നാം ഏറ്റെടുക്കണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പഴയ കാലങ്ങളിലേക്കൊന്നും നോക്കല്ലേ, വേസ്റ്റായിപ്പോയ പഴയ മാസങ്ങളിലേക്കൊന്നും നോക്കരുതേ. അതുകൊണ്ട് നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നിരിക്കുന്ന ഓരോ ദിവസത്തിലും ദൈവീയ പദ്ധതിക്കനുസരിച്ച് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ്റെ കൊണ്ട് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് ദൈവമക്കൾ ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, കം ടു ലിവിങ് എ പേർപ്പസ്ഫുൾ ലൈഫ്. പ്രൈസ് ഗോഡ്. പ്രയോജനമുള്ള, ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ ഈ വർഷം മുഴുവനും ഒരു പേർപ്പസ് ഇല്ലാതെ ജീവിക്കരുത്. ഡേ ടു ഡേ ഓരോന്നും സംഭവിക്കുമ്പോഴും നാം അതിനോട് റിയാക്റ്റ് ചെയ്യേണ്ട കാര്യം, ഓരോ സംഭവങ്ങളോട് നാം റിയാക്റ്റ് ചെയ്യേണ്ട നമ്മുടെ ഭാവം, ഇത് നന്മയ്ക്കാണ്, ഇത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനകത്താണ്. അതുകൊണ്ട് ഈ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് നല്ലത് തന്നെ, നന്മയ്ക്കായിട്ട് അവൻ തരും, ശരി തന്നെ. അപ്പോൾ ഓരോ അനുഭവം വരുമ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നമ്മുടെ ഒരു പെറ്റീഷൻ ഉണ്ടല്ലോ, അത് ദൈവസന്നിധിയിൽ വന്നിട്ട് അവൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. അപ്പോൾ അവൻ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ നമുക്ക് നിവർത്തിച്ച് തരും. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഈ വർഷം ഹല്ലേലൂയ വളരെ ഹെവൻലിയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ, നമ്മൾ ഓരോരുത്തരെക്കുറിച്ചുള്ള പ്ലാൻ, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള പ്ലാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ, ആ പ്ലാൻസ് എല്ലാം ദൈവമക്കളെ എംപവറിങ് ആവട്ടെ. ആ പേർപ്പസ് ലൈഫ് ഗിവിങ് ആകട്ടെ. ഗോഡ് ഈസ് പേർപ്പസ്ഫുൾ ആൻഡ് ഹി ഹാസ് ക്രിയേറ്റഡ് ആസ് ഫോർ എ പേർപ്പസ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നാം മറന്നു പോകരുത്. കർത്താവ് നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 7 and 8. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. പ്രൈസ് ഗോഡ്. ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിച്ചൊരു വാക്യമാണ് അല്ലേ? അതുകൊണ്ട് നാം പ്രാർത്ഥിപ്പാൻ ഒരുങ്ങണം, പ്രാർത്ഥനയുടെ സമയം കൂട്ടണം. ഗോഡ് ഗിവൺ പേർപ്പസ് നമ്മെക്കുറിച്ചുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവ്യമാകുമാറാകണം. നമുക്ക് ചിലപ്പോൾ നല്ല ഗുഡ് ഐഡിയാസ് കാണും, പക്ഷേ മനസ്സിലാക്കണം, ഗോഡ് ഐഡിയാസ് ആർ ഓൾവേസ് ബെറ്റർ. ദൈവത്തിൻ്റെ ഐഡിയയാണ് ഏറ്റവും നല്ലത്. പ്രൈസ് ഗോഡ്. ആ ഐഡിയ നമുക്ക് പേർപ്പസ് തരും, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം തരും. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം നമുക്ക് അക്കംപ്ലിഷ് ചെയ്യേണ്ടത്, ഹല്ലേലൂയ, ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളൊക്കെ അക്കംപ്ലിഷ് ചെയ്യുവാൻ ഞാൻ റെഡിയാണെന്ന് ഹല്ലേലൂയ ഉള്ള ഒരു വിഷനോടെ ഓരോ ദിവസവും നമുക്ക് ചെലവഴിക്കാമേ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വിഷൻ നമുക്കൊരു പേർപ്പസ് മാത്രമല്ല തരുന്നത്, അതിനൊരു ഇറ്റേണൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഹല്ലേലൂയ. നിത്യതയുമായിട്ട് കണക്റ്റഡായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ മെൻ്റൽ പിക്ചറാണ് ഏതിൻ്റെയെങ്കിലും. ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു ക്ലിയർ മെൻ്റൽ പിക്ചർ ദൈവം നമുക്ക് തന്നിരിക്കും. ആ കാഴ്ചപ്പാടുണ്ടല്ലോ, ആ വിഷൻ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ക്ലാരിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസ് ഏതാണെന്നൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ സമർപ്പണത്തെ നമുക്കൊന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെങ്കിലും മാക്സിമം ഹല്ലേലൂയ അതിൽ നിന്ന് ഹല്ലേലൂയ ഒരു നന്മ ഉരുവായി വരത്തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികളെ ഹല്ലേലൂയ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതൊരു സ്പെസിഫിക് ഡിസയർ ആയിരിക്കും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ദൈവത്തിനുള്ളത്. അത് മുന്നോട്ട് നമുക്ക് നേർവഴി കാണിച്ചു തരും. ചില ആവശ്യങ്ങളുടെ സമയത്തായിരിക്കും ആ കാഴ്ചപ്പാട് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മൾക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ ഹല്ലേലൂയ അത് വളരെ സ്ട്രോങ് ആയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നമുക്കത് എഴുതിത്തരും. ആത്മാവിൻ്റെ മണ്ഡലത്തിൽ അതിനൊരു പ്രേരണ നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഹൃദയത്തിലേക്ക്
കയറിയിട്ട് അതെങ്ങനെയും നിവർത്തിച്ചെടുക്കണം, ചെയ്തെടുക്കണം എന്നുള്ളൊരു വലിയ ബേർഡൻ നമ്മുടെ ജീവിതത്തിലായിത്തീരും. അങ്ങനെ ആ ആവശ്യത്തിന് വേണ്ടി നമുക്കൊരു ഭാരം, ഒരു ബേർഡൻ നമുക്ക് വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ അനുവദിക്കും. എന്തിനാണെന്നറിയാവോ? കർത്താവേ, ആ ആവശ്യം നീ ഒന്ന് നിറവേറ്റി തരണമേ. എന്നിട്ട് നാം പ്രവൃത്തിപഥത്തിലേക്ക് കിടക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഡയറക്ഷന് വേണ്ടി കാത്തിരിക്കും. ദൈവത്തിൻ്റെ ആ ബെറ്റർ വിഷൻ അതുപോലെ തന്നെ നമ്മുടെ ആ പേർപ്പസ് നിവർത്തിച്ചെടുക്കാൻ നാം മുന്നോട്ട് വരും. അങ്ങനെ ദൈവം നമ്മളോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ആ മിഷൻ, നമ്മുടെ ആ പേർപ്പസ്, നമ്മുടെ ആ ഫോക്കസ് അതെല്ലാം ഏറ്റവും നല്ലതായിട്ട് അവൻ ചെയ്തു തരും. ഹല്ലേലൂയ. കുഞ്ഞേ, ഏത് ആവശ്യമാണ് ഇപ്പം നിൻ്റെ ഹൃദയത്തിൽ നിന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തോട് പറ, എൻ്റെ ആ ഗ്രേറ്റസ്റ്റ് ഡിസയർ എല്ലാത്തിൻ്റെ മുകളിലും കർത്താവേ നീ ഒന്ന് ഉയർത്തണമേ. ഉയർത്തിക്കഴിയുമ്പോൾ അതിനെനിക്കൊരു ബോർഡനായിട്ട് തീർന്നിട്ട് കർത്താവേ ഞാൻ എന്ത് റോളാണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്ന് നീ ആഗ്രഹിക്കുന്ന ആവശ്യം എന്നിൽ കൂടി ചെയ്തെടുപ്പാൻ എന്നെ നീ സഹായിക്കണമേ എന്ന്. ഹല്ലേലൂയ. When you have your vision, you will have a purpose every day. Praise God. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ചോദിക്കുക ദൈവത്തോട്, ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതികൾ വലുതാകുന്നുണ്ട്, സ്തോത്രം. പേർപ്പസ് വലുതാകുന്നുണ്ട്, സ്തോത്രം. ആ പേർപ്പസ് ചെയ്തെടുപ്പാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങൾക്കൊരു ഉത്സാഹം തെരുമാറാകണം. ഞങ്ങളുടെ പ്രയോറിറ്റിയൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. ഞങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ, ആ നിലവാരങ്ങളൊക്കെ കർത്താവേ ആ ആഗ്രഹത്തെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകത്തക്കവണ്ണം ഒക്കെയായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഹല്ലേലൂയ ഒരു ശുഭഭാവിക്ക് അർഹരായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന ഘടന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.